ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നെയ്പത്തിരിയും അതുപോലെ പൊരിച്ച പത്തിരിയും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ പല രീതിയിലുള്ള നെയ്പത്തിരി കാണിക്കുന്നുണ്ട്. അരിപ്പൊടി വെച്ചിട്ടും അരി വെച്ചിട്ടുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്നത് കാസർഗോഡൻ പത്തലിൻ്റെ പൊടി വെച്ചിട്ടുള്ള നെയ്പത്തലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലോട്ട് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇത് ജസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് പത്തലിൻ്റെ പൊടി, കാസർഗോഡൻ പത്തൽ പൊടിയാണ്, 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. നൈസ് പത്തിരി പൊടി വെച്ചിട്ടൊക്കെ ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് പത്തലിൻ്റെ പൊടിയും പിന്നെ വേണ്ടത് 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന റവയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ളത്. ഇനി വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കുഴക്കാൻ പാകത്തിന്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ എത്രയാണ് വേണ്ടി വരുന്നതെന്ന്. ഈ ഒരു പത്തലിൻ്റെ പൊടി എടുക്കുമ്പോൾ വേറെ പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു പാകത്തിന് ഈ ഒരു അളവിൽ എത്രയാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഒരു ഇച്ചിരി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം പാകത്തിന് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, അത് കുഴപ്പമില്ല. നമുക്കൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് പൂരിയുടെ ആ ഒരു സൈസിലുള്ള ബോൾസിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ വേണം ഇത് ബോൾസാക്കി എടുക്കാനായിട്ട്. അത്രയും ചെറുതല്ല, നമ്മൾ അത്രയും തിന്നായിട്ടല്ല കേട്ടോ ഇത് പരത്തിയെടുക്കുന്ന. പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രസ്സിലാണ്, പത്തിരി പ്രസ്സിലാണ് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം തിന്നുമല്ല, അതുപോലെ നല്ലോണം കട്ടിക്കുമല്ല, ഒരു മീഡിയമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പത്തിരി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സോടെയാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തിയെടുത്താൽ മതി. നമ്മൾ ഓരോന്നും പരത്തിയെടുക്കുമ്പോഴും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പരത്തി അങ്ങനെ വെക്കണ്ട, ജസ്റ്റ് നമ്മൾ ഓരോന്ന് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട്, ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണയിൽ അടിയിലോട്ടായിട്ട് അടിഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുത്ത പോലെ മുകളിലോട്ടല്ല കേട്ടോ, എണ്ണയുടെ മുകളിലോട്ടല്ല ഇട്ട് കൊടുക്കേണ്ട. നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പൂരിയാണെങ്കിലും നെയ്പത്തലാണെങ്കിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഏറ്റവും നല്ലത്. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പത്തലാണ്. നമുക്ക് പത്തൽ പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി നെയ്പത്തൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ടായിട്ട് തന്നെയാണ്, എണ്ണയുടെ മുകളിലോട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പത്തിരി പ്രസ് ചെയ്ത പത്തിരി ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചൂടായ എണ്ണ ഉണ്ടല്ലോ, നമ്മൾ തവി വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, പൊള്ളി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുകളിലോട്ട് ചൂട് എണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളി വരും.
അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതും രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി. അപ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം വേണ്ടത് ഇതിലോട്ട് ഒരു 2 ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ക്രഷ് എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജിഞ്ചർ ക്രഷ് ചെയ്യുന്നതിൽ ക്രഷ് ചെയ്തെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലെൻഡറിൽ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇനി ഇതേപോലെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയല്ല, ഇനി അരച്ചെടുക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് സെയിം ബ്ലെൻഡറിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്, വടിച്ചിട്ടല്ല, കുറച്ച് നിറച്ചെണ്ണ എടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാതെ. ഇതും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സവാളയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തത് ചേർത്തിട്ട്, സവാളയല്ല ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. ഈ ഒരളവിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് നൈസ് പത്തിരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയുണ്ടല്ലോ, പച്ചരിപ്പൊടി, ആ ഒരു പൊടിയാണ്, പാക്കറ്റിലൊക്കെ വരുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കുറേശ്ശേ ചേർത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതൊന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പച്ചരിപ്പൊടി, സാധാ പച്ചരിപ്പൊടി, റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്, അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് കളർ മാറാത്ത രീതിയിൽ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം പച്ചരിപ്പൊടി എന്ന് പറയുമ്പോൾ നൈസ് പത്തിരിപ്പൊടി എന്ന് പറയുമ്പോൾ പച്ചരിപ്പൊടിയാണ്, വെറും പച്ചരിയാണ്, പുഴുക്കലരി ചേർക്കാത്തത്. അതുകൊണ്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത്. പിന്നെ കാസർഗോഡൻ പത്തലിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല, ആ ഒരു പൊടി വെച്ചിട്ടും നമുക്ക് ഇതിൽ പൊരിച്ച പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അതിനേക്കാളും ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു നൈസ് പത്തിരി പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കാം. പൊരിച്ച പത്തിരി പൊതുവേ കാസർഗോഡ് ചെയ്യുന്ന കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പച്ചരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി ഞാൻ എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഒരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി, ഒന്ന് സോഫ്റ്റ് ഡോ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ കുഴച്ചെടുക്കുക. കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ പാകത്തിനായിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ കപ്പിൽ വടിച്ചിട്ട് ലെവലാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാൽ വെള്ളം ഞാൻ പറയുന്ന അളവിൽ പാകത്തിനാകത്തുള്ളൂ. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിലും നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇത് ബോൾസാക്കി എടുക്കുക. പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലുള്ള ബോൾസല്ല, അതിനേക്കാളും കുറച്ചും കൂടെ മാവ് കൂടുതൽ എടുത്തിട്ട് കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് പിന്നീട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം വലുതായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ട്, ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ നല്ലോണം കട്ടിക്കാണ് കേട്ടോ വേണ്ടത്. ഇത് തിന്നായിട്ടല്ല വേണ്ട, നല്ല കട്ടിക്ക് തന്നെയാണ് ഇത് പരത്തി എടുക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് സൈസിലൊക്കെ കട്ടിക്ക് പരത്തി എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് കൈകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കട്ടിക്ക് തന്നെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതായിട്ട് തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. പത്തിരി പ്രസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നല്ല ലെവലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ നല്ലോണം തിന്നാക്കി എടുക്കേണ്ട, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുറച്ച് കട്ടി, നെയ്പ്പത്തിൽ പോലെ തിന്നല്ല കേട്ടോ, ഇത് കുറച്ച് കട്ടിക്കുള്ള ഇതാണ് വേണ്ടത്, വലുപ്പമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും കട്ടിക്കാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ ഷേപ്പൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട്, വലിയ കടായിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2ഉം 3ഉം ഒക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നെയ്പത്തിരി പോലെ അങ്ങനെ നല്ലോണം പൊള്ളി വരുന്ന സംഭവമല്ല ഇത്. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന രീതിയിലാകുന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര അങ്ങനെ പൊങ്ങി വരേണ്ട ഇത് സംഭവം നെയ്പത്തിരി പോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇതിനേക്കാളും നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വെച്ചാൽ മതി. ഇതിനേക്കാളും കുറച്ചൊന്ന് നല്ല കളറായി കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഈ ഒരു രീതിയിൽ ഓരോന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നേരത്തെ പരത്തിയ പോലെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, എന്നാലേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. കുറച്ച് കട്ടിക്കല്ലേ ഇതുള്ളത്. എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക എന്താണെങ്കിലും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. നല്ല എന്ത് കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി നമുക്ക് ഈ ഒരു സെയിം മാവിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊരിച്ച പത്തിരിക്കുള്ള മാവ് തന്നെയാണ് ഇതിൽ നമുക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ ഞാൻ കാണിക്കാം. ഇതിലും നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പോലെ നെയ്പ്പത്തിരി ഇതിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മാവിലും നമ്മൾ പരത്തുമ്പോൾ കുറച്ചും കൂടെ തിന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. തിന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്പ്പത്തിരി നേരത്തെ ഉണ്ടാക്കിയില്ലേ ആ ഒരു തിക്നെസ്സോടെയാണ്. പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്ന അത്രയും തിക്കായിട്ടല്ല. പൂരി നമ്മൾ പരത്തുന്നതിനേക്കാളും കുറച്ച് കട്ടിക്കാൻ ആ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മാവിൽ തന്നെ നമുക്ക് നെയ്പ്പത്തിൽ പോലെയും ഉണ്ടാക്കിയെടുക്കാം, പൊരിച്ച പത്തിരിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം. കാണുമ്പോൾ സൈസും അതുപോലെ ടേസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ കാണാനൊക്കെ കുറേ ഡിഫറൻ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ. ഈ ഒരു നെയ്പ്പത്തിലാണെങ്കിലും പൊരിച്ച പത്തിരിയാണെങ്കിലൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയ്പ്പത്തിരി ചെയ്ത പോലെ പൊരിച്ച പത്തിരിയുടെ ഷേപ്പും ഈ ഒരു നെയ്പ്പത്തിരിയുടെ ഷേപ്പും നല്ലോണം ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ പൊള്ളി വരില്ലല്ലോ അത്. അപ്പോൾ ഇതാണെങ്കിൽ ഇതുപോലെ ഒരു പൂരി പോലെ നന്നായിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. നെയ്പ്പത്തിരിക്ക് സെയിം മാവിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നെയ്പ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അരി വെച്ചിട്ടുള്ള നെയ്പ്പത്തിരിയാണ്. പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, സാധാ ദോശ റൈസ്. ഇത് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങ. ഏകദേശം 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ വേണ്ടി വരും. വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറിയും പിന്നെ വേറൊരു കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 2 കപ്പ് എടുത്താൽ മതി. നമ്മൾ അരി എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒരു 1/4 പാകം സവാള ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകത്തിന് പകരം ചെറിയ ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നില്ല. എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി. 1 കപ്പ് വെള്ളം ഏകദേശം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരുതരുപ്പോടെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫൈനായിട്ട് നൈസായിട്ട് അരച്ചെടുക്കുന്നതിനേക്കാളും ഞാനിപ്പോൾ ഒരു തരുതരുപ്പോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലായി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പത്തിരിപ്പൊടി, കാസർഗോഡൻ പത്തിരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാറുണ്ട്, റവയും അതുപോലെ പത്തിരിപ്പൊടിയും. ഞാൻ ഇതിലോട്ട് റവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് റവ ചേർത്തതെന്ന് ഞാൻ പറയാം കേട്ടോ. നമുക്കിതൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒന്ന് റവ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നമ്മൾ ലൂസാക്കി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് റവ ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു രീതിയിൽ നമുക്കിത് വാട്ടിയെടുത്തിട്ടും നമ്മൾ അരച്ചെടുത്ത ശേഷം ഒന്ന് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് തിക്കാക്കി എടുക്കാമല്ലോ, പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നല്ലോണം ആ ഒരു തണുത്താലും നമുക്ക് ആ ഒരു പൊങ്ങി വരുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് ചൂടാറിയാലും നല്ല പൊങ്ങി തന്നെ, അത് താണു പോകാതെ ആ ഒരു പൊങ്ങിയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് നെയ്പ്പത്തിൽ. അപ്പോൾ അത് ഞാൻ വാട്ടിയെടുത്തിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ള റവ 1.5 കപ്പ് റവയാണ് കേട്ടോ. നമ്മൾ എത്രയാണോ അരി എടുത്ത് അത്ര തന്നെ റവ ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല പാകത്തിന് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. നല്ലോണം പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ അത്രയും ഹാർഡായിട്ട് വേണ്ട, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു നെയ്പ്പത്തലിന് നമുക്ക് ഇതിൻ്റെ മാവ് വേണ്ടത്. അത്രയും ഹാർഡായിട്ട് വേണ്ട കേട്ടോ. നമ്മളിത് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. അങ്ങനെ തിന്നാക്കി പരത്തിയെടുക്കണമെന്നില്ല, കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു ഇച്ചിരി എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കാം ഈ ഒരു ഷീറ്റിൽ. എന്നിട്ട് ഇതിലോട്ട് ഈ ഒരു നമ്മൾ പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ അത്രയും തിന്നായിട്ടല്ല, കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് തിക്കായിട്ട് പരത്തിയെടുക്കുക, അത്രയും തിന്നാക്കി എടുക്കണ്ട. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, പൊരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കിയെടുത്ത ശേഷം, ഇങ്ങനെ പ്രസ് ചെയ്തെടുത്ത ശേഷം ഇതൊരു കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് കുറേ ഒരുമിച്ച് ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് കോട്ടൺ ക്ലോത്തിലോട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലെ എണ്ണയിൽ വലിയ ഇതാണെങ്കിൽ നമുക്ക് 2-3 ഒന്നിച്ചിടാം. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെ ഇങ്ങനെ പൊങ്ങി വരും. നമ്മളിതിലോട്ട് ഇങ്ങനെ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എണ്ണയുടെ ചൂട് കുറവാണെങ്കിൽ ഇത് പൊങ്ങി കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഇതുപോലെ തന്നെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെച്ചാൽ മതി. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടെ ചെറിയ പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ, കുറച്ചും കൂടെ കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു നെയ്പ്പത്തിൽ. എണ്ണ എന്നിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഇത് വെച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രണ്ടൊക്കെ ഇതിൽ നമുക്ക് ഒരുമിച്ചിട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പുള്ളി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡൊക്കെ പുള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂട് എണ്ണ മുകളിലോട്ട് തൂക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ എണ്ണയുടെ ചൂട് കുറവ് കൊണ്ട് നമുക്ക് പൊങ്ങി വരാതെ വന്നാലൊക്കെ ഈ ഒരു ചൂടായ എണ്ണ മുകളിലോട്ട് സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊങ്ങി വരും എന്തായാലും. അപ്പോൾ എണ്ണയുടെ ചൂട് എന്തായാലും നല്ല ചൂടോടെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്ക് മാറ്റാം. അപ്പോൾ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 25 നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിലാണ്. അപ്പോൾ നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ വെജ് കറി, വെജ് കുറുമ ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. മുട്ടക്കറി എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.